ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ഡെസ്ക് കലണ്ടർ റെഡിയാക്കാം കേട്ടോ. വൈറ്റ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 6 ഷീറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്നായിട്ട് നമുക്ക് 12 എണ്ണം കിട്ടുമല്ലോ. ഇനി അതിലും ചെറുത് മതിയെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഇനി ചെറിയ ഡിസൈൻ പരിപാടികളൊക്കെ ആവാം. അപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഭംഗിയൊന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തേക്കാണ്. പക്ഷേ ലാസ്റ്റ് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇനി ഓരോ ഷീറ്റിലായിട്ട് ഓരോ മന്ത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഫസ്റ്റ് ഓഗസ്റ്റ് എന്നുള്ളതാണ് എഴുതിയെടുക്കുന്നത്. പിന്നെ ഡേറ്റും ഡേയും ഒന്നും മാറിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൈഡിലായിട്ട് 2026 ഒരു കലണ്ടറും കൂടി വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ എഴുതി കൊടുത്തത്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ചധികം സ്പേസ് കിടക്കുന്നത് കൊണ്ട് ചെറിയൊരു പടം വരച്ച് കൊടുത്തു. വേറെ ഒന്നുമില്ലാതെ ഇതുപോലൊരു കുഞ്ഞു പൂവ്. ആദ്യം നമ്മൾ വരച്ച് പഠിക്കുമ്പോൾ തൊട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതുകൂടി ഇവിടെ ഇങ്ങനെ ചതറി കിടക്കുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഞാൻ ഓരോ ഷീറ്റിലും ഓരോ കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 12 മാസങ്ങളും ഇതുപോലെ ഞാൻ ഓരോ ഷീറ്റിലായിട്ട് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ 12 ഷീറ്റും ഇതുപോലെ ഒന്ന് അറ്റത്ത് മാത്രം കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കാർഡ്ബോർഡ് ബോക്സിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ സംഭവം അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.